ഫെസ്റ്റ് സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 13 വരെ പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. നാളെ രാവിലെ 11 മണിക്ക് എക്സിബിഷൻ പന്തലിന്റെ കാൽനാട്ട് കർമ്മം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിക്കും. വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ ബിനോയ് രാജൻ, ജി രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. സെപ്റ്റംബർ 10 ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ പുനലൂർ MLA PS സുബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത സ്വാഗതം ആശംസിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. പുനലൂർ രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. പുനലൂർ ഫെസ്റ്റ് എന്നൊരു സംരംഭം 14 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അതിനകത്തൊരു ആദ്യ പങ്കാളിയാണ്. അത് കഴിഞ്ഞ് ഈ പുനലൂർ ഫെസ്റ്റ് വളരെ അതായത് ഒരു സ്കൂളിൽ ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യം. പുനലൂർ ഫെസ്റ്റ് എന്നൊന്നും ഹിറ്റല്ല. അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഒറ്റ കഴിവുകൊണ്ടും പിന്നെ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരെ അവർ ഉപദേശങ്ങൾ നേടിയും ഒക്കെയാണ് ആദ്യത്തെ കാലങ്ങളിൽ ഈ പുനലൂർ ഫെസ്റ്റ് നടന്നത്. ദൈവം സഹായിച്ച് വളരെ വിജയത്തിലേക്ക് വന്നു. എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ഒരു 10-11ാമത്തെ പുനലൂർ ഫെസ്റ്റിലെ സഹകരിക്കും. നമ്മൾ ഇവിടെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പുനലൂർ ഫെസ്റ്റ് സഹോദരൻ പറഞ്ഞ നമുക്ക് വിജയിക്കണമെങ്കിൽ വളരെ പ്ലാനിങ്ങും വളരെ കൃത്യമായ രീതിയിലും ആണെങ്കിൽ പുനലൂർ ഫെസ്റ്റ് വിജയിക്കും. കാര്യം അത്ര ജനങ്ങളാണ് വരുന്നത്. ജനങ്ങൾക്ക് നമ്മൾ നല്ലത് കൊടുത്താൽ അവർ സ്വീകരിക്കും. നമ്മുടെ പുനലൂരിലെയും ഈ ബാക്കിയുള്ള ദേശങ്ങളിലെ എല്ലാ ജനങ്ങളും ആ ഒരു രീതിയിലാണ്. അപ്പം ഇവരെന്നെ സമീപിച്ചപ്പോഴും ഞാൻ ഇവരുടെ ഈ ഉപദേശം തന്നെയാണ് പറഞ്ഞത്. ഇവരിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നൊരു ടീമാണ്. എൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഞാൻ കലാപരമായ എല്ലാ കാര്യങ്ങളും ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഒരു 28 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഇതിലെ പ്രധാന ഒരു ഉപദേശകൻ എൻ്റെ പേര് നിർദ്ദേശിച്ചു. അങ്ങനെ അവരെന്നെ സമീപിച്ചു. ഏറ്റവും കൂടുതൽ പുനലൂരിൽ കലാപരിപാടികൾ പണ്ടും വിനീത് ശ്രീനിവാസൻ സഹിതം എല്ലാ പ്രഗത്ഭരെയും ഞാനാണ് കൊണ്ടുവന്നത്. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ഫെസ്റ്റ് വിജയിക്കണമെങ്കിൽ അവിടുത്തെ കലാസന്ധ്യ നന്നായിരിക്കണം. അതിന് നേരത്തെ സൗകര്യം പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, കലാസന്ധ്യകളിലും കലയിലും ചെറിയ താത്തു വന്നാൽ അത് ഫെസ്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ജനങ്ങൾ ഈ വിപണിക്കുപരി ഇതും കൂടെ ആസ്വദിക്കാനാണ് വരുന്നത്. അവർ കുടുംബത്തോടെ വരുമ്പം അവരുടെ ഫാമിലി എത്രമാത്രം എന്റർടൈൻ ചെയ്യുന്ന പ്രോഗ്രാംസുകളായാലും. തൃശൂർ 4 സ്റ്റാർ ഗ്രൂപ്പ് പ്രതിനിധികളായ സതീഷ്, വിനീഷ്, ജിഷ്ണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പുനലൂരിനെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടുവരാത്ത കലാകാരന്മാരെയും എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും ആ രീതിയിലും കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇവരുടെ പ്രത്യേക ഒരു ഇത് ഞാൻ കണ്ടത് ഒരു കവാടമാണ്. വളരെ രീതിയിൽ ഒരു മാതൃകയിൽ വളരെ 35 അടിയോളം വലിയ ഒരു അത് തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുമെല്ലാം വെച്ചിട്ട് വളരെ മികവാർന്ന രീതിയിലാണ് ഈ വർഷം നമ്മൾ അണിയിച്ചൊരുക്കുന്നത്. അതിന് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഇവരുടെ കൂടെ നിന്ന് ചെയ്യുന്നു. അതായത് കലാസന്ധ്യയിൽ പ്രഗത്ഭരായ താരങ്ങൾ, ഇപ്പൊ ഇവിടെ പുനലൂരിൽ വരാത്ത കുറെ ആൾക്കാരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ഓരോ പ്രോഗ്രാമും അതിന്റെ ക്വാളിറ്റി, അതെന്റെ ഒരു രീതിയാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ പുനലൂരിൽ എല്ലാ വർഷവും വിളിക്കാറുണ്ട്. 2 വർഷം മാത്രമേ ഉള്ളൂ ഞാൻ മാറി നിന്നത്. വീണ്ടും എന്നെ വിളിച്ചതിലും ഞാൻ ഇവരോടും നഗരസഭയോടും നന്ദി പറയുകയാണ്. പിന്നെ ഇത് വളരെ നല്ല രീതിയിൽ ഇത് നടത്തുമെന്നുള്ളതിനകത്ത് ഒരു നേരത്തെ സൗകര്യം പറഞ്ഞ ആ ഉദ്ദേശം ഞങ്ങളെ ടീം സ്വീകരിക്കുകയാണ്. ഇന്നു മുതൽ അതിന്റെ പ്രയത്നം ഞങ്ങൾ ആരംഭിക്കും. ഞാൻ ഉറപ്പു തരാൻ പുനലൂരിൽ നിങ്ങളെ ആർക്ക് വന്നാലും മോശമാവുന്ന രീതിയിലല്ലാതെ നല്ലൊരു പുനലൂർ ഫെസ്റ്റ് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. 100-ൽ പരം വിപണന സ്റ്റോളുകൾ, 20-ലധികം പുതുമയുള്ള അമ്യൂസ്മെന്റ് ഐറ്റംസ്, മരണക്കിണർ, പെറ്റ് ഷോ തുടങ്ങി ആകർഷകമായ നിരവധി കാഴ്ചകൾ ഇത്തവണ ഓണം ഫെസ്റ്റിലുണ്ടാകും. ഇപ്രാവശ്യം 33 ദിവസത്തോളം നമുക്ക് പ്രോഗ്രാം നീണ്ടു നിൽക്കുന്നുണ്ട്. സാധാരണ 20 ദിവസം ഒക്കെയാണ് നടത്താറുള്ളത്. അതിൽ സെപ്റ്റംബർ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 13 വരെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ, സാംസ്കാരിക, കലാപരമായ എല്ലാ മേഖലയിലെയും ആൾക്കാർ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതുപോലെ 100-ൽ പരം വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, പുഷ്പഫല പ്രദർശനം, പെറ്റ് ഷോ തുടങ്ങിയ നിരവധി വിഭവങ്ങൾ ഈ ഓണം ഫെസ്റ്റിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ മുൻകാലങ്ങളിൽ വെച്ച് നടന്നതിനേക്കാൾ ഗംഭീരമായി ഈ പ്രാവശ്യം നടത്താനുള്ള മുഴുവൻ പ്ലാനുകളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നാവിന് രുചിയേറും തരത്തിലുള്ള ഫുഡ് കോർട്ടുകളും സംഘടിപ്പിക്കും. മാത്രമല്ല, പുഷ്പ ബലവൃക്ഷ തൈകളുടെ പ്രദർശനവും വിപണനവും ഫെസ്റ്റിന്റെ പ്രത്യേകതയായിരിക്കും. 36 അടി ഉയരത്തിൽ തയ്യാറാക്കിയ ഹംപി ടെമ്പിൾ മാതൃകയിലുള്ള പ്രവേശന കവാടം പുനലൂർ ഫെസ്റ്റിൽ ഒരുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.